ഇനി എൻ്റെ ചോദ്യം പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റിനോടല്ല, ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അറിയുന്ന കലാകാരനോടാണ്. താങ്കൾ ഒട്ടും പ്രകടനപരതയില്ലാതെ വളരെ ശാന്തമായി എല്ലായിടത്തും കാണപ്പെടുന്ന, എന്നാൽ തൻ്റെ ചില ചലച്ചിത്രങ്ങൾ കടുത്ത ബോധ്യത്തോടെ എടുത്തിട്ടുള്ള, തൻ്റെ ദൃശ്യങ്ങൾ കടുത്ത ബോധ്യത്തോടെ എടുത്തിട്ടുള്ള ഒരു കലാകാരനാണ്. അങ്ങനെയുള്ള താങ്കൾ, ഒരു പക്ഷേ കുറേയൊക്കെ അന്തർമുഖൻ എന്ന് പറയാവുന്ന താങ്കൾ, ഇതുപോലെ പ്രശ്നഭരിതമായ ഒരു സമയത്ത് രംഗത്ത് വന്ന് പുരോഗമന കലാസാഹിത്യ സംഘം പോലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ കടുത്ത സാമൂഹ്യ അഭിപ്രായങ്ങളുള്ള ഒരു സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇതുപോലെ ഒരു ജാഥയുമായി രംഗത്തിറങ്ങുമ്പോൾ താങ്കളുടെ മനസ്സിലെന്താണുള്ളത്? ഒരു കല എല്ലാവരുടേതാണ്. കല ഒരുപക്ഷെ തിരിച്ചറിയണമെങ്കിൽ കാലം കുറേ കഴിയും. എപ്പോഴും ആ സമയത്ത് തിരിച്ചറിയണം എന്നില്ല. കാലം കഴിഞ്ഞാൽ കല ചിലപ്പം അതിൻ്റെ ബോധം മുമ്പോട്ട് കൊണ്ടുവരുള്ളൂ. അങ്ങനെ എത്രയോ പേരുണ്ട്. ഇന്ന് ഉദാഹരണമായിട്ട് ഡാവിഞ്ചി, അങ്ങനെ പലരും, മൈക്കലാഞ്ചലോ, ആ സമയത്തൊന്നും ടോൾസ്റ്റോയി, അവരൊക്കെ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ അവരുടെ പ്രവൃത്തിയെ അവരെ ഗുരുതുല്യരായി കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അവർ നമ്മുടെ അറിവിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള കുറേ അറിവുകളുണ്ട്. അപ്പം അത് ഒരു എളിയ തോതിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ, ഇന്നറിഞ്ഞില്ലെങ്കിൽ പോലും നാളെ അറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചെയ്യുക എന്നുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ജോലിയുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കലയാണെന്ന്, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയാണെന്ന് കല പറഞ്ഞിട്ടുള്ളൊരു സന്ദർഭം. അപ്പോൾ അവിടെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കുറേ ഓർമ്മകൾ ആവശ്യമാണ്, നോസ്റ്റാൾജി ആവശ്യമാണ്. അതിനെ കടതിയ ചില നമ്മളെടുത്ത നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യനേക്കാൾ ഉപരി ഒരു മനുഷ്യനെ ആലോചിക്കാനുള്ള സന്ദർഭമായിട്ട് മാറ്റുക എന്നുള്ളതും ഒരു കലാകാരൻ്റെ ധർമ്മമാണ്. അത് ഉടനെ ഉണ്ടാവണമെന്നില്ല. അത് സംഭവിച്ചോട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒഴുക്കിനെതിരെ നീന്തുന്നതായിരിക്കും കുറേ കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നി.